കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണം. നാട്ടുകാരെ ആക്രമിച്ച പേപ്പട്ടി വളർത്തുമൃഗങ്ങളെയും കടിച്ചു. പട്ടിയെ പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് റെസ്ക്യൂ ക്യാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി. വ്യാഴാഴ്ച വൈകിട്ടാണ് പട്ടി പേപ്പിടിച്ച ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ വഴിയാത്രക്കാരെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് കടിയേറ്റെങ്കിലും ഭാഗ്യവശാൽ കുട്ടിയുടെ വസ്ത്രത്തിലാണ് കടിയേറ്റത്. കുട്ടി ഓടി രക്ഷപ്പെട്ടു. എന്റെ കൈമ നായ ബാക്കിലാണ് കടിച്ചത്. അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നായ കൈമ മേലൊക്കെ കടിച്ചു. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കുറേ ഇഞ്ചക്ഷൻ കുത്തി. വഴിയോര കച്ചവടത്തിനെത്തിയ മറ്റൊരാളെയും പട്ടി കടിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വീടുകളിലെ ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കും മറ്റ് തെരുവ് നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ട്. നാട്ടുകാർ പരിഭ്രാന്തിയിലാണെന്നും ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് കൈക്കൊള്ളണമെന്നും പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു. പേളകിയിട്ടുള്ള പട്ടി ബൈക്കിൽ പോകുന്ന ആളുകളെ പോലും പോയി കടിക്കാൻ ചെല്ലായിരുന്നു. 2 ദിവസമായിട്ടുള്ള ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇത് പഞ്ചായത്തിൽ വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പേളകിയിട്ട് ആടുകളെയും അതുപോലെ തന്നെ ആളുകളെ കടിച്ചതിന് ശേഷമാണ് ഈ തെരുവ് പട്ടികളെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് വ്യാപകമായി കുറേ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും പറയുന്നതാണ് ഈ പട്ടികളെ തെരുവ് പട്ടികളെ ശല്യമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ മദ്രസ കുട്ടികൾ ഉൾപ്പെടെ പുലർച്ചെ പോകുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്നുണ്ട്. എല്ലാ വാർഡിലും നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് പോലും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ വീഴ്ചയും കൂടിയിട്ടാണ്. കാരണം ഈ നാട്ടിൽ തന്നെ ഈ പാറപ്പുറം മേഖലയിൽ തന്നെ 1.5 മാസം മുമ്പ് മറ്റൊരു തെരുവ് നായ്ക്ക് പേപ്പിടിച്ച് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കടിച്ചിരുന്നു. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയാണ് രക്ഷപ്പെട്ടത്. ഈ പട്ടിയുടെ കടിയേറ്റ മറ്റു ചില തെരുവ് നായ്ക്കളും അടുത്തിടെ പേപ്പിടിച്ച് ചത്തിരുന്നു. തെരുവ് നായ്ക്കളുടെ രൂക്ഷമായ ശല്യമുള്ള പ്രദേശമാണ് കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശം. എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.